കർത്താവിന് മഹത്വം കൊടുത്തേ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് സ്തോത്രം. നമുക്ക് വായിക്കാം യോഹന്നാന്റെ സുവിശേഷം. യോഹന്നാന്റെ സുവിശേഷം 13-ാം അധ്യായം അതിന്റെ 4 മുതലുള്ള വാക്യങ്ങൾ നമുക്ക് വായിക്കാം. യോഹന്നാന്റെ സുവിശേഷം 13-ാം അധ്യായം അതിന്റെ 4 മുതലുള്ള വാക്യങ്ങൾ. അത്താഴത്തിൽ നിന്ന് എഴുന്നേറ്റ് വസ്ത്രം ഊരി വെച്ച് ഒരു തോർത്തെടുത്ത് അരയിൽ ചുറ്റി ഒരു പാത്രത്തിൽ വെള്ളം പകർന്ന് ശിഷ്യന്മാരുടെ കാൽ കഴുകുവാനും അരയിൽ ചുറ്റിയിരുന്ന തുണി കൊണ്ട് തോർത്തുവാനും തുടങ്ങി. നമ്മുടെ കർത്താവ് ഹല്ലേലൂയ പെസഹായുടെ സമയത്ത് കർത്താവ് ശിഷ്യന്മാരുടെ കാല് കഴുകാൻ തുടങ്ങി. ഇന്ന് രാവിലെ നാം ഈ തിരുമേശ എടുക്കുമ്പോൾ നമ്മുടെ കാല് കഴുകണം. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. എന്ന് പറഞ്ഞ അർത്ഥം അല്പം കൂടി ചെളി ബാക്കി ഉണ്ടെങ്കിൽ അതുകൂടി കഴുകി എന്ത് ചെയ്യണം? കളയണം. കർത്താവ് സ്തോത്രം പറഞ്ഞേ. ഹല്ലേലൂയ. ആ പെസഹായുടെ സമയത്താണ് കർത്താവ് ചെയ്തത്. കർത്താവ് എന്ത് ചെയ്തു? ശിഷ്യന്മാരുടെ കാലുകളെ കഴുകി. വായിക്കാം. അവൻ ശിമോൻ പത്രോസിന്റെ അടുക്കൽ വന്നപ്പോൾ അവൻ അവനോട്, കർത്താവേ, നീ എന്റെ കാൽ കഴുകുന്നുവോ എന്ന് പറഞ്ഞു. അപ്പോൾ ശിമോൻ പത്രോസിന് ഒരു വിഷമം. കർത്താവ് എന്ത് ചെയ്യാണ്? പത്രോസിന്റെ കാല് കഴുകാൻ തുടങ്ങുന്ന കണ്ടപ്പോൾ പത്രോസിന്റെ വിഷമം. കർത്താവേ, നീ എന്റെ കാല്, ഞാനല്ലേ നിന്റെ കാല് കഴുകേണ്ടത്, നീ എന്തിനാ എന്റെ കാല് കഴുകുക? സ്തോത്രം. യേശുവിനോട്, ഹല്ലേലൂയ, യേശുവിനോട്, ഞാൻ ചെയ്യുന്നത് നീ ഇപ്പോൾ അറിയുന്നില്ല, ഞാൻ ചെയ്യുന്നത് നീ ഇപ്പോൾ അറിയുന്നില്ല, പിന്നെ അറിയും എന്ന് ഉത്തരം പറഞ്ഞു. പിന്നെ നീ അറിയും. കർത്താൻ സ്തോത്രം പറഞ്ഞേ. ഹല്ലേലൂയ. എന്ന് പറഞ്ഞതിന്റെ അർത്ഥം, ഇന്ന് ദൈവത്തിന്റെ സന്നിധിയിൽ നാം കടന്നു വന്നിരിക്കുമ്പോൾ, കർത്താവേ, എന്നെ മുഴുവനായി ഒന്ന് കഴുകണമേ എന്നൊരു ആഗ്രഹം നമ്മുടെ ഉള്ളത്തിനുണ്ടാകണം. നമുക്ക് നമ്മെ തന്നെ കഴുകാൻ സാധ്യമല്ല. എന്നാൽ നമ്മുടെ കർത്താവിന് നമ്മെ എന്ത് ചെയ്യാൻ പറ്റും? കഴുകാൻ പറ്റും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കർത്താവ് കഴുകി കഴിഞ്ഞാൽ നാം ശുദ്ധിയുള്ളവരായിത്തീരും. ശുദ്ധിയുള്ളവരായാൽ നാം അനുഗ്രഹിക്കപ്പെടും. പ്രൈസ് ദി ലോർഡ്. പിന്നെ ഒരു ബാധയും നിന്റെ കൂടാരത്തോട് അടുത്ത് വരികയില്ല. ഒന്നും നിനക്ക് ഒരു ദോഷവും ചെയ്യാൻ കഴിയുകയില്ല. പ്രൈസ് ദി ലോർഡ്. നിന്നോട് അടുക്കുന്ന ശത്രുക്കൾ അത് നിന്റെ അടുക്കൽ എത്തുന്നതിന് മുമ്പ് ചിതറിപ്പോകും. നിന്റെ വശത്ത്, വലതുവശത്തും ഇടതുവശത്തും എല്ലാം പല ശത്രുക്കളും വീഴും. അതിന്റെ കാരണം എന്നറിയോ? കർത്താവ് നമ്മെ കഴുകി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കട്ടിളപ്പടിമേൽ കുറുമ്പടിമേലും കുഞ്ഞാടിന്റെ രക്തം കണ്ടപ്പോൾ ആര് കടന്നു? സംഹാരദൂതൻ അവിടെ കടക്കുവാൻ കഴിഞ്ഞില്ല. അവര് സംഹാരദൂതൻ വേറെ വീട്ടിലേക്ക് പോയി. കർത്താൻ സ്തോത്രം പറഞ്ഞേ. ഹല്ലേലൂയ. രാവിലെ ഇത് അനുഗ്രഹത്തോടെ ഭക്ഷിച്ച് അനുഗ്രഹിക്കപ്പെട്ടവരായി നാം കടന്നു പോകണം. ദൈവത്തിന് സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. വായിക്കാം. യേശുവിനോട്, ഞാൻ ചെയ്യുന്നത് നീ ഇപ്പോൾ അറിയുന്നില്ല, പിന്നെ അറിയുമെന്ന്. ഞാൻ ചെയ്യുന്നത് നിന്നെ ഇപ്പോൾ അറിയുന്നില്ല, പിന്നെ നീ അറിയും. നീ ഒരു നാളും എന്റെ കാൽ കഴുകുകയില്ല എന്ന് പത്രോസ് പറഞ്ഞു. പത്രോസ് പറയാ, കർത്താവേ, ഞാൻ തന്നെ എന്റെ കാല് കഴുകിക്കോളാം. എന്ത് ചെയ്യണ്ട? നീ എന്റെ കാല് കഴുകണ്ട. അതിന് യേശു, കർത്താവ് പറയാണ്, ഞാൻ നിന്നെ കഴുകാഞ്ഞാൽ നിനക്ക് എന്നോട് കൂടെ പങ്കില്ല. ഞാൻ നിന്നെ കഴുകാഞ്ഞാൽ. അപ്പൊ നമ്മൾ എങ്ങനെയുള്ളവരായിരിക്കും? കർത്താവേ, നീ എന്നെ കഴുകണം. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് ദാവീദ് പ്രാർത്ഥിച്ചത്, കർത്താവേ, എന്നെ നന്നായി കഴുകി. ദാവീദ് 51-ാം സങ്കീർത്തനത്തിൽ എഴുതി വെച്ചിരിക്കുക, എന്നെ നന്നായി കഴുകി എന്റെ പാപം പോക്കണമേ. വായിച്ചത് 51-ാം സങ്കീർത്തനം. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ് ജീസസ്. ജീസസ് ജീസസ്. എന്നെ നന്നായി കഴുകി എന്റെ അകൃത്യം പോക്കണം. 51-2 എന്നെ നന്നായി കഴുകി എന്റെ അകൃത്യം പോക്കണമേ. എന്നെ സങ്കീർത്തനം 51-2 എന്നെ നന്നായി കഴുകി എന്റെ അകൃത്യം പോക്കണമേ. എന്റെ അകൃത്യം പോക്കണമേ. എന്റെ പാപം നീക്കി എന്നെ വെടിപ്പാക്കണമേ. കണ്ടോ? എന്റെ പാപം നീക്കി എന്നെ വെടിപ്പാക്കണമേ. ഇവിടെ പത്രോസ് പറയാണ്, നീ എന്നെ കഴുകണ്ട. സ്തോത്രം. ദാവീദ് പ്രവചനാത്മാവിൽ പറയാണ്, കർത്താവേ, എനിക്കൊരിക്കലും എന്നെ കഴുകാൻ കഴിയില്ല. കർത്താവേ, നീ എന്നെ കഴുകണമേ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എന്നെ നന്നായി കഴുകി എന്റെ അകൃത്യം പോക്കണമേ.
ദൈവത്തിന് സ്തോത്രം പറഞ്ഞേ. ഹല്ലേലൂയ. പത്രോസ് പറയാ, ഞാൻ തീർത്തു പറയാ, നീ ഒരിക്കലും എന്റെ കാല് കഴുകില്ല, ഞാൻ തന്നെ വേണമെങ്കിൽ എന്ത് ചെയ്തോളാം, കഴുകാം. സ്തോത്രം. പക്ഷെ കർത്താവ് പറഞ്ഞു, ഞാൻ നിന്നെ കഴുകിയില്ലായിരുന്നുവെങ്കിൽ, ഞാൻ നിന്നെ കഴുകിയില്ല എങ്കിൽ പത്രോസേ, നിനക്ക് എന്നോട് കൂടെ ഒരു ഓഹരിയുമില്ല. നമ്മളെ കർത്താവിനോട് കൂടെ അനുഗ്രഹിക്കപ്പെടുവാൻ ദൈവം വിളിച്ചിരിക്കുന്നവരാണ്. ദൈവത്തിന് സ്തോത്രം പറഞ്ഞേ. ഹല്ലേലൂയ. ക്രിസ്തു യേശുവിനോട് കൂടെ അവകാശം അനുഭവിക്കുവാൻ കർത്താവ് നമ്മെ വിളിച്ചിരിക്കുകയാണ്. അനുഗ്രഹം അനുഭവിക്കാനാണ് ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നത്. പത്രോസ് പറഞ്ഞു, നിങ്ങൾ അനുഗ്രഹം അനുഭവിക്കാൻ വിളിക്കപ്പെട്ടവരാകുന്നുണ്ട്, നിങ്ങൾ അനുഗ്രഹിക്കുന്നവരായിരിക്കും. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ ആത്മാവ് ഇന്ന് ശക്തമായി പറയുന്നു. ഇന്ന് ഇതിനകത്ത് നമുക്ക് ദൈവം തരുന്ന ഉപദേശം നമ്മുടെ അകത്ത് കയറ്റണം. ഹല്ലേലൂയ. ഒരു തരത്തിലും പിശാചിന് ഇനി എന്റെ ജീവിതത്തിൽ സ്ഥാനം ഇല്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നിന്റെ മതിലുകളെല്ലാം കർത്താവ് പണിയാൻ പോവാ. ഓ ശാലാമ റാധാനാലാബാല. നെഹമ്യാവ് പറഞ്ഞതുപോലെ, വരുവിൻ നമുക്ക് എഴുന്നേറ്റ് പണിയാം, വരുവിൻ നമുക്ക് എഴുന്നേറ്റ് പണിയാം. പ്രൈസ് ദി ലോർഡ്.